മനസ്സിലായി കാണും എന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ല. മനസ്സിലായില്ലേ? ഇല്ല. അവിടുന്നാണോ? ഞാൻ പ്രശസ്ത നോവലിസ്റ്റ് ബാറ്റൺ ബോസ് 20-20-0-15. തെങ്ങിനിടുന്ന ഒരു വളമല്ലയോ? അയ്യോ, അത് കാർഷികം, ഇത് സാഹിത്യം. കാർഷികവും സാഹിത്യവും. ഇത് സാഹിത്യം. ഞാൻ നോവലിസ്റ്റാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇവർക്കെല്ലാവർക്കും തന്നെ അറിയാം. ഇപ്പൊ നേരിട്ട് കണ്ടതിൽ അവർ അന്താളിച്ച് മരവിച്ചിരിക്കുവോ. അത് ഒഫീഷ്യൽ നെയിം. നമ്മള് ഈ സാഹിത്യകാരന്മാർക്കൊക്കെ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു തൂലികാനാമം. എനിക്കുണ്ട് തൂലികാനാമം. ഉണ്ടോ? എന്താണ്? പ്രശസ്ത നോവലിസ്റ്റ് കോപ്പി അടിയോടടി. കോപ്പി അടിയോ? അല്ല, KP അടിയോടി. തെറ്റിപ്പോയതാ. അതെ. അയ്യോ, ഞാൻ മാത്രമല്ല, എന്റെ വീട്ടിലുള്ളവരെല്ലാവരും സാഹിത്യകാരന്മാരാ. എന്റെ വീട്ടിലുള്ളവരെ അപേക്ഷിച്ച് ഞാൻ പുഴുവാ. അത് കാണുമ്പോഴറിയാം. അല്ലെന്നേ, എന്നെക്കാളും കഴിവുള്ളവരാണ് അവര്. അങ്ങനെയാണ്. പിന്നെ എന്റെ അച്ഛനെ അറിയാവോ? അത് അമ്മയോട് പോയി ചോദിക്കേ. അതല്ല ഞാൻ പറഞ്ഞേ, എന്റെ അച്ഛനുണ്ടല്ലോ, സാഹിത്യകാരനാ. ഞങ്ങളെക്കാൾ ഇതിനേക്കാളും മേളില് തൂലിക പടവാളാക്കിയ ആളാണ് എന്റെ അച്ഛൻ. അച്ഛനിപ്പോ എവിടെയാണ്? ആ തൂലിക വെച്ച ഒരാളെ പിന്നീന്ന് കുത്തിയിട്ട് ജയിലിലാ വെള്ളി. നല്ല ഫാമിലി. ഇത് ചോദിക്കട്ടെ, ചേട്ടന് ഒരുപാട് നോവലുകളൊക്കെ ഇപ്പൊ എഴുതിയിട്ടുണ്ടോ? എന്റെ പൊന്നെ, ഞാൻ സാഹിത്യകാരനാണല്ലോ, ഞാൻ നോവലിസ്റ്റ് അല്ല. ഞാൻ ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട്. ആണോ? എല്ലാം വിറ്റുപോയിട്ടുണ്ടോ? വിറ്റുപോയിട്ടുണ്ടെന്ന് ഞാൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം വിറ്റത് പെണ്ണുമ്പിളയുടെ കെട്ടുതാലി, പിന്നെ ആകെ ഉണ്ടായിരുന്ന 5 സെന്റ് സ്ഥലം, പിന്നെ ഒരു കറവ പശു, പിന്നെ ഒരു ബെഞ്ച്, ആകെ ഇരിക്കുന്ന ഒരു ബെഞ്ച്, അതും വിറ്റു. പുസ്തകങ്ങളൊന്നും വിറ്റിട്ടില്ലേ? അല്ല, പുസ്തകങ്ങൾ വിറ്റിട്ടുണ്ട്. ആണോ? ഈ കൂടെ പുസ്തകങ്ങളും വിറ്റിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇയാളെ യഥാർത്ഥ സാഹിത്യകാരനാണെന്ന്. അയ്യോ, ഞാൻ സത്യമായിട്ട് സാഹിത്യകാരനാണ്. എനിക്ക് താടി വരാത്തത് എന്റെ കുഴപ്പമാണോ? കരടി നെയ് തേച്ചു, മയിലെണ്ണ തേച്ചു, താടിയിൽ ഉറുമ്പ് വരെ വന്നു, എന്നിട്ടും താടി വന്നില്ല. എന്റെ കുഴപ്പമില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് പ്രശസ്ത സാഹിത്യകാരൻ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയോ? വൈക്കം മുഹമ്മദ് ബഷീറിനെയൊക്കെ അറിയാം. എന്ത് നിഷ്കളങ്കമായ ചോദ്യമാണ് ചോദിക്കുന്നത്. ആർക്കും അറിയാൻ പാടാത്ത വൈക്കം മുഹമ്മദ് ബഷീർ? അദ്ദേഹത്തിന്റെ മതിലുകളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? പരസ്യം പതിക്കരുത്. നിങ്ങൾ എന്തായി പറയുന്നത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അല്ല, കലാപം ബഷീറിന്റെ ആണെങ്കിൽ പോലും മതിലിൽ പരസ്യം പതിക്കരുതെന്ന് എഴുതി വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇലക്ഷന്റെ സമയത്ത് 2 ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക, അരിവാൾ ചുറ്റിക നക്ഷത്രം നമ്മുടെ അടയാളം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുക. അതൊക്കെ ചില വിട്ടുവീഴ്ചകൾ ചെയ്യും. ഇത് ഞാൻ പറഞ്ഞ കറക്റ്റായിരിക്കും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരിയാണ്. നമുക്ക് ഈ അതെന്താ അറിയോ ചേട്ടാ, ഇവർക്ക് ഈ സാഹിത്യമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പൊ നോവലുകളോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇല്ല, എനിക്ക് നോവലിനോട് എനിക്ക് കവിതയിലാണ് ലഹരി. എനിക്കുണ്ടല്ലോ, എനിക്കിത് ഈ കവിതയോട് ഒരു താല്പര്യമില്ല. എനിക്ക് നോവലിനോട് താല്പര്യം. കാരണം കവിത എന്ന് പറയുന്ന സാധനത്തിന് കണക്ഷൻ ഇല്ല. നമ്മൾ നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ എൻ്റെ ഇഷ്ടം പോലെ നോവലുകൾ വായിച്ചിട്ടുള്ള, നമ്മളിങ്ങനെ ഒരു കഥ എഴുതിയിട്ട് ലാസ്റ്റ് തുടരുമെന്ന് എഴുതിയിട്ട് നിങ്ങൾ അടുത്ത ആഴ്ച അത് കാണാൻ വേണ്ടി കാത്തിരിക്കില്ലേ? പക്ഷെ നമ്മൾ കവിതയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കില്ല. കവിതയിൽ കണക്ഷൻ ഇല്ല. ആരാണ് പറയുന്നത്? ഞാൻ പറഞ്ഞു കവിതയിൽ കണക്ഷൻ ഇല്ല ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. എന്നാ നിങ്ങൾ ഏതെങ്കിലും കവിത പഠിക്കാം, ഞാൻ എൻ്റെ കണക്ഷൻ തെറ്റിച്ച് കാണിച്ചു തരാം. തെറ്റിച്ച് കാണിക്കണ്ട, തെറ്റുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. അതിൽ തെറ്റില്ല. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. അത് തന്നെ തെറ്റല്ലേ? എന്ത് തെറ്റ്? എന്ത് തെറ്റാണ്? 11 സഹോദരങ്ങളുള്ള ഒരു വ്യക്തി പറയുക ഞാൻ അനാഥനാണ്. അതിനകത്ത് തെറ്റല്ലേ? മൊത്തം തെറ്റല്ലേ? മൊത്തം തെറ്റാണ്. രാശി നീറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാശി എന്നെ മുറിഞ്ഞിരിക്കണോ? ഈ രാശിയുടെ മേളിൽ ഉപ്പുനീര് വീണോ നീറാനായിട്ട്? അത് കണക്കിന് ശരിയാണല്ലോ. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. ഏത് വർക്കിനാണ് തിമിരമുള്ളത്? എനിക്കറിയാൻ പാടില്ല ഏത് വർക്കിലാണ് തിമിരമുള്ളത്. വർക്കോ? എല്ലാ വർക്കും തിമിരമാണ്. എങ്ങനെ ശരിയാവുന്നത്? എന്റെ നോട്ടത്തിൽ തിമിരം വരാൻ സാധ്യതയുള്ളത് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിങ്ങാ. അതൊരു ഗ്ലാസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് മാറിപ്പോകും. ഒരു വർക്കിലും തിമിരമില്ല. തിമിരമില്ല. നിങ്ങൾ ഇത്രയൊക്കെ പറയുന്നില്ല. നിങ്ങൾ എഴുതിയ പുസ്തകങ്ങൾ വല്ല നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്റെ പ്രശസ്തമായ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുര്യാക്കോസിന്റെ വെരിക്കോസ് വെയിൻ ഭയങ്കര ഹിറ്റാണ്. പിന്നെ കമ്പർ സ്റ്റേഷനിലെ പനിനീർ, പിന്നെ എഴുതുന്നത് റെഡ് ഷീറ്റിലെ കന്യക. ഇതൊക്കെ നല്ല നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുക. പിന്നെ തമിഴിൽ ഞാനൊരു കൃതി എഴുതിയിരുന്നു, നിൻറുമുള്ള നേരമില്ലേ. സൂപ്പറാ. അതോർന്ന് എടുക്കട്ടെ. ഈ കണക്കിൽ പോയാൽ അത് ചെയ്യാൻ നേരം കിട്ടത്തില്ല. ആണല്ലേ? പിന്നെ വേറെ എന്റെ കയ്യിൽ വേറൊരു സാധനമുണ്ട്. എന്താ അത്? എംടിയുടെ ബുക്കാ? അത് ശരി. ഇതൊക്കെ കൈ വെച്ചിട്ടാണ്.
ഇതെന്താണ് ഇതിനകത്തൊന്നും ഇല്ലല്ലോ? അതല്ലേ ഞാൻ പറഞ്ഞ MT അതിനകത്തൊന്നും ഇല്ലെന്ന്. പിള്ളേരുടെ ഒറ്റവരെയും ബുക്കും എടുത്തോണ്ട് ഇറങ്ങിയേക്കുക. സാഹിത്യകാരൻ എടുത്തോണ്ട് പോടൂ. അതല്ല, ഇത് നിങ്ങൾക്ക് പുച്ഛമാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്റെ കൃതി കാണിച്ചു തരാം. എന്ത് കൃതി? വില ഉള്ളത് കൊടുക്കുക. ഇയാള് പെനകൃതിയാന്ന് തോന്നുന്നു. ഇതുണ്ടല്ലോ, ഈ നോവൽ വായിച്ചിട്ട് ഇതിനകത്ത് വില്ലനെ ഒന്ന് കാണിച്ചു തരുവാണെങ്കിൽ നിങ്ങൾ പറയണ പൈസ ഞാൻ അങ്ങോട്ട് വരും. ഇത് എത്ര വായിച്ചാലും ഇതിനകത്ത് വില്ലനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എത്ര വായിച്ചാലും വില്ലനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഇയാളുടെ എഴുത്തുദോഷം കൊണ്ടായിരിക്കും. അതുകൊണ്ടല്ല. ഞാൻ സാധാരണ ഒരുപാട് ബുക്സ് ഒക്കെ ഞങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. അത് രണ്ടാവർത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് കഥാപാത്രങ്ങളെല്ലാം നമുക്ക് ഒരു പ്രാവശ്യം വായിച്ചാൽ പിടികിട്ടും. രണ്ടാവർത്തി അല്ലെങ്കിൽ 100 ആവർത്തി വായിച്ചാലും അതിനകത്ത് വില്ലനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് ഒറ്റ പ്രാവശ്യം വായിച്ചിട്ട് ഞാൻ അതിന്റെ വില്ലനെ കണ്ടെത്തിട്ടെ. പറ്റില്ല. അതെന്താണ് പറ്റാത്ത എന്താണ്? എന്റെ പെണ്ണുമ്പിള്ള വില്ലന്റെ ഭാഗം ഇങ്ങനെ കണ്ടിച്ചെടുത്ത് പശുവിന് കൊടുത്തു ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പൊയ്ക്കോ എടുത്ത് വിട്ടോ. പൊക്കോ. അല്ല, അപ്പൊ എന്റെ സാഹിത്യം വേണ്ടേ? എന്റെ സാഹിത്യം വേണ്ട. അച്ഛനെ പോലെ തൂലിക പടവാളാക്കിയാലോ? നിങ്ങൾ അച്ഛൻ കട്ടപ്പയാണോ? പിന്നീട് കുത്താണ്. ഇറങ്ങിപ്പോടും. അങ്ങനെ തറവാടിത്തത്തോടുകൂടി പറ. തറവാടികൾ അങ്ങനെ സംസാരിക്കണം. പൂത്തി മൂക്കി പോയിന്നും പറഞ്ഞാൽ എന്റെ കയ്യിൽ വേറൊരു സാധനമാണ്. അത് വേണോ? എന്താണ്? മൊബൈലിന് വെച്ച് എറിയും ഞാൻ. മൊബൈൽ പോയാലും വേണ്ടില്ല.